ബാക്കി തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോവാം. ശ്രദ്ധിക്കണേ. Food is very important for us. We need food to live and grow. It gives us energy to work and play. It keeps us healthy and strong. It also helps us fight diseases. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്, നമ്മള് കഴിക്കുന്ന ഫുഡിനെ കുറിച്ചാണ് അല്ലെ. എന്താണ്, ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് അല്ലെ. അപ്പോ വി നീഡ് ഫുഡ് ടു ലിവ് ആൻഡ് ഗ്രോ. നമുക്ക് ജീവിക്കാനും വളരാനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ്, ഫുഡ് വളരെ എസെൻഷ്യൽ ആണ് അല്ലെ. ഇറ്റ് ഗീവ്സ് us എനർജി ടു വർക്ക് ആൻഡ് പ്ലേ. നമുക്ക് ജോലി ചെയ്യാനും കളിക്കാനും ഒക്കെയുള്ള എനർജി എവിടുന്നാ കിട്ടുന്നേ? ദാറ്റ് ഫുഡ് വി ഈറ്റ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എല്ലാത്തിനുള്ള എനർജി കിട്ടുന്നത് അല്ലെ. ദെൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ്, there are different kinds of food. Different kinds of food help us in different ways. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ആ ഫുഡൊക്കെ എന്താണ്, നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള വഴികൾ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ സം ഫുഡ് ഹെൽപ്പ് us ഗ്രോ. ചില ഫുഡ് എന്താണ്, നമ്മളെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് അല്ലെ. അങ്ങനത്തെ ഫുഡിനെ എന്താ പറയാ, വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫുഡിനെ? ദാറ്റ് ഈസ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഓക്കെ, നമ്മുടെ ബോഡീനെ ബിൽഡപ്പ് ചെയ്യുന്ന ഫുഡിനെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയാം അല്ലെ. എന്തൊക്കെയത്? ഫുഡ് ലൈക്ക് മിൽക്ക്, എഗ് ആൻഡ് പൾസസ് ഹെൽപ്പ് us ഗ്രോ. എന്താണ്, പാലും മുട്ടയും പൾസസും ഒക്കെയാണ് നമ്മളെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്. ഓക്കെ, ദേ മേക്ക് അവർ ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രോങ്. നമ്മുടെ ബോൺസും മസിൽസും ഒക്കെ എന്താണ്, ഈ ബോഡി ബിൽഡിംഗ് ഫുഡ് നല്ല സ്ട്രോങ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് അല്ലെ. ദെൻ such foods are called body building food. Okay, what is a body building food? The food help us to grow അല്ലെ. നമ്മളെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡിനെയാണ് എന്ത് പറയാ, ബോഡി ബിൽഡിംഗ് ഫുഡ്. ഫസ്റ്റ് വൺ ഈസ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഓക്കെ, ക്ലിയർ? Then some food gives us energy. ചില ഭക്ഷണം എന്താണ്, നമുക്ക് എനർജി തരും അല്ലെ. അത് ഫുഡ് ലൈക്ക് ഷുഗർ, പൊട്ടറ്റോ ആൻഡ് റൈസ് gives us energy to move, to play, to work അല്ലെ. ചില ഫുഡുകൾ എന്താണ്, ഷുഗർ, പൊട്ടറ്റോ, റൈസ് അങ്ങനെയുള്ള ഫുഡുകൾ എന്താണ്, നമ്മളെ എനർജി തരുന്ന ഫുഡുകളാണ് അല്ലെ. Such foods are called energy giving food. Some food help us to grow is body building food, and some food gives us energy is called energy giving food. Okay, നമ്മളെ വളരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡിനെ നമ്മൾ എന്താ പറയാ, ബോഡി ബിൽഡിംഗ് ഫുഡ്. ആൻഡ് നമുക്ക് എനർജി തരുന്ന ഫുഡിന് നമ്മൾ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയും. ക്ലിയർ? ബോഡി ബിൽഡിംഗ് ഫുഡ് ആൻഡ് എനർജി ഗിവിംഗ് ഫുഡ്. നമ്മള് ദെൻ ഒന്നുകൂടെ ഉണ്ട്, എന്താണ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലെ. ഇത് മൂന്നും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്താണ്? ഫുഡ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കീപ്സ് us ഹെൽത്തി അല്ലെ. സം ഫുഡ് കീപ്സ് us ഹെൽത്തി. അപ്പൊ നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കുന്ന ചില ഫുഡുകൾ ഉണ്ട്. അത് എന്തൊക്കെയാണ്? വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ always keep us healthy. They help us fight diseases അല്ലെ. ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്താണ്? help us to fight diseases. Minhaj, listen here. എവിടെയാണ് മോനെ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. Then food like fruits and vegetables keeps us healthy. They help us to fight diseases. Fruits and vegetables help us to fight diseases അല്ലെ. അസുഖങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഓക്കെ, they help us fight diseases. Such foods are called protective food അല്ലെ. Such food are called protective food because this type of food help us to protect from diseases അല്ലെ. അസുഖങ്ങളിൽ നിന്ന് എന്താണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഫുഡാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലെ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിന് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയാ. ഫസ്റ്റ് വൺ എന്താണ്? സം ഫുഡ് ഹെൽപ്പ് us to grow അല്ലെ. സം കൈൻഡ് ഓഫ് ഫുഡ് ഹെൽപ്പ് us to grow. നമ്മൾ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളാണ് അല്ലെ. അത് എന്തൊക്കെയാണ്? മിൽക്ക്, എഗ്, എക്സെട്ര. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എനർജി ഗിവിംഗ് ഫുഡ്. സം ഫുഡ് give us energy അല്ലെ. ചില ഫുഡ് എന്താണ്, നമുക്ക് എനർജി തരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയും. ആൻഡ് ദെൻ തേർഡ് വൺ എന്താണ്? സം ഫുഡ് കീപ് us healthy. ചില ഫുഡുകൾ നമ്മൾ എന്താണ്, നല്ല ഹെൽത്തി ആയി വെക്കും അല്ലെ. പ്രൊട്ടക്ട്
ഫ്രം ഡിസീസസ്, അസുഖങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മളെ രക്ഷിക്കും. ദെൻ ഫൈറ്റ് ഡിസീസസ് അല്ലെ, അസുഖങ്ങളോട് പൊരുതിയിട്ട് അതിൽ നിന്ന് എന്താ ചെയ്യുക, നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുഡുകളാണ്. സച്ച് ടൈപ്പ് ഓഫ് ഫുഡ് ആർ കോൾഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലേ. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്താണ്, പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. ആൻഡ് some food, potato, sugar and rice, that type of food is called energy giving food. നമുക്ക് എന്താണ്, എനർജി തരുന്ന ഫുഡാണ്. And then body building food, some food help our body build up അല്ലെ, നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ്. എന്തൊക്കെയാണത്, പാല്, മുട്ട, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ് തന്നെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയാ. ക്ലിയർ? അത് മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കിയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. Then good food habit, our next good food habit ആണ് നല്ല ഭക്ഷണ ശീലങ്ങൾ അല്ലെ. ഗുഡ് ഫുഡ് ഹാബിറ്റ്, ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വാട്ട്സ് ദ മീനിങ് ഓഫ് ഹാബിറ്റ്, ശീലങ്ങൾ. ഓക്കെ, ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ശീലങ്ങൾ. ഗുഡ് ഫുഡ് ഹാബിറ്റ്, നല്ല ഭക്ഷണ ശീലങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് നല്ല ഭക്ഷണ ശീലങ്ങൾ ഉണ്ട് അല്ലെ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറെ നല്ല ഭക്ഷണ ശീലങ്ങൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ പോരാ, ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ കഴിക്കുകയും വേണം. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. Good food habits are very important to lead a healthy life. Some good food habits are given below. എന്താണ് പറയുന്നത്, ഗുഡ് ഫുഡ് ഹാബിറ്റ് അല്ലെ, നല്ല ഭക്ഷണ ശീലം എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു ലീഡ് എ ഹെൽത്തി ലൈഫ്, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് തരാൻ വേണ്ടിയിട്ട് നല്ല ഫുഡ് ഹാബിറ്റിനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഗുഡ് ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, നല്ല ഒരു ഭക്ഷണശീലം നമുക്ക് ഉണ്ടാവണം അല്ലെ. വെറുതെ ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, അത് നല്ല രീതിയിലായിരിക്കണം. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. എന്താണത്, നമുക്കറിയാം അല്ലെ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. എന്താണ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിച്ചതിന് ശേഷവും എന്ത് ചെയ്യണം, നന്നായിട്ട് കൈകൾ കഴുകണം അല്ലെ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും എന്ത് ചെയ്യണം, നന്നായിട്ട് കൈ കഴുകണം. ഇതിനെ ഒരു ഗുഡ് ഫുഡ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ നോക്കാം. ഈറ്റ് ഫ്രൂട്ട്സ് ആഫ്റ്റർ വാഷിംഗ് ദം. എന്ത് ചെയ്യാ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, കഴുകണം അല്ലെ. നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. കടയിൽ നിന്ന് കൊണ്ടുവന്ന പോലെ തന്നെ കഴിക്കാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ദെൻ ഈറ്റ് യുവർ മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം. എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ, നമ്മൾ ഊണ് കഴിക്കുമ്പോ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ തന്നെ കഴിക്കണം അല്ലെ. ഉച്ചക്കേത്തത് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ, ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം അല്ലെ. അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യണം, രാവിലെ തന്നെ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ എപ്പോഴും കഴിക്കണം. ഉച്ചയ്ക്കാണെങ്കിലും ചോറ് എന്ത് ചെയ്യണം, ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കാൻ വേണ്ടി പാടില്ല അല്ലെ. കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫുഡ് കഴിക്കണം. ഓക്കെ, ഈറ്റ് യുവർ മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം ആൻഡ് ടേക്ക് ഓൺലി ആസ് മച്ച് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ് ആസ് യു ക്യാൻ ഫിനിഷ്. എന്ത് ചെയ്യണം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലെ. ഒരുപാട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ബാലൻസ് വരുന്ന ഫുഡ് നമ്മൾ കളയാൻ വേണ്ടി പാടില്ല. നമുക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം ഫുഡ് മാത്രമേ നമ്മൾ വിളമ്പി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. Then do not eat junk food too often. It is not good for us. എന്താണ്, do not eat junk food. ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ, ഫാസ്റ്റ് ഫുഡ് ആണ് അല്ലെ. ഫാസ്റ്റ് ഫുഡിനാണ് ജങ്ക് ഫുഡ് എന്ന് പറയാ. അപ്പൊ നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. എന്താണ് മോനെ മിൻഹാജ്? ബർഗർ അങ്ങനത്തെ എല്ലാം. എന്താണ് മോനെ? ഓക്കെ ഓക്കെ, ബർഗറും അങ്ങനത്തെ സാധനങ്ങളെയാണ് ജങ്ക് ഫുഡ് എന്ന് പറയാം അല്ലെ മിൻഹാജ്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഒരുപാട് കഴിക്കാൻ വേണ്ടി പാടില്ല. അതൊട്ടും ഹെൽത്തി അല്ലാത്ത ഫുഡാണല്ലേ. അപ്പൊ ഈ ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ എന്തൊക്കെയുണ്ട്, നമ്മുടെ ന്യൂഡിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് കഴിക്കാൻ വേണ്ടി പാടില്ല. മാക്സിമം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെ. എന്നാലും ഒരുപാടൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. അഥവാ കഴിക്കുന്നതാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വളരെ കുറച്ച് മാത്രമേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. വല്ലാതെ കഴിച്ചാൽ എന്ത് പറ്റും, നമ്മൾ വല്ലാതെ തടി വെക്കും.
നമ്മൾ അൺഹെൽത്തി ആയിട്ട് മാറും. അതുകൊണ്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡ്രിങ്ക് ക്ലീൻ വാട്ടർ, ഫിൽട്ടർ ഇറ്റ് ബിഫോർ ഡ്രിങ്കിങ് അല്ലെ. എന്ത് ചെയ്യാ, നല്ല ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ, അത് തിളപ്പിച്ച് ശുദ്ധിയാക്കിയിട്ട് മാത്രം കുടിക്കുക. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ് എന്ന് പറയാം. അതായത് നല്ല നല്ല ഭക്ഷണശീലങ്ങൾ അല്ലെ. നല്ല ഫുഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ഗുഡ് ഫുഡ് ഹാബിറ്റ് ഫസ്റ്റ് വൺ എന്താണ്, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അല്ലെ. എല്ലാവരും ഇന്നോട്ട് എന്ത് ചെയ്യണം, ഈ ഗുഡ് ഫുഡ് ഹാബിറ്റ് ഒക്കെ ഫോളോ ചെയ്യണം അല്ലെ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും നന്നായിട്ട് എന്ത് ചെയ്യണം, കൈകൾ കഴുകണം അല്ലെ. സയാൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ മോനെ. ദെൻ ഈറ്റ് ഫ്രൂട്ട്സ് ആഫ്റ്റർ വാഷിംഗ് ദം. എന്ത് ചെയ്യാ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം കഴിക്കുക അല്ലെ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം കഴിക്കുക. ദെൻ ഈറ്റ് യുവർ മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം. ഒരു കൃത്യമായ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ച് ശീലിക്കുക അല്ലെ. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ കഴിക്കാതെ കറക്റ്റ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും നമ്മൾ കറക്റ്റ് ഒരു ഫിക്സഡ് ടൈമിൽ തന്നെ ഫുഡ് കഴിക്കണം. അങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുള്ളൂ അല്ലെ. അല്ലാതെ നമുക്ക് തോന്നുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പാടില്ല. ദെൻ ടേക്ക് ഓൺലി ആസ് മച്ച് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ് ആസ് യു ക്യാൻ ഫിനിഷ്. നമുക്ക് കഴിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, വിളമ്പാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുത്. Then do not eat junk food too often. It is not good for us. എന്താണ്, ജങ്ക് ഫുഡ് നമുക്ക് ഒട്ടും ഹെൽത്തി അല്ല. അത് വളരെ മോശമാണ്. അതുകൊണ്ടാണ് എന്താണ് ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, then drink clean water, filter it before drinking. എന്ത് ചെയ്യാ, നല്ല ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. ബിഫോർ ഡ്രിങ്കിങ് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുക അല്ലെ. നന്നായി തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ക്ലിയർ? ക്ലിയർ? ഓക്കെ, അനിഹ ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ മോളെ. ഫസ്റ്റ് പോയിന്റ് food is very important for us. We need food to live on the ground. നമ്മൾ ഇപ്പൊ എടുത്തതാണ് മോളെ. ഗുഡ് ഫുഡ് ഹാബിറ്റ് ആണ് വായിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് Good food habits. Good food habits are very important to learn a habit. Healthy life. Some habits are given below. Wash your hands before and after eating food. Eat your food. Aniha, listen. Okay. First one എന്താണ്? Wash your hands before and after eating food അല്ലേ. എന്താണ് അങ്ങനെ വെച്ചാൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും എന്ത് ചെയ്യണം, നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം അല്ലേ. അമന്ന സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചേ മോളെ. Good food habit. Eat fruits after washing them. Okay. എന്താണ് ഭക്ഷണം എന്ത് ചെയ്യാ, ഫ്രൂട്ട്സ് എന്ത് ചെയ്യാ, നന്നായി കഴുകിയിട്ട് മാത്രം കഴിക്കുക അല്ലെ. കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. Then ആൻസൺ തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചു മോനെ. അൺമ്യൂട്ട് ചെയ്യും മോനെ. ഓക്കെ, തേർഡ് പോയിന്റ്. Third point.
പെട്ടെന്ന് വായിക്കും മോനെ, സമയം കളയരുത്. വേഗം ആൻസൺ. എവിടെയാ ശ്രദ്ധിച്ചേ മോനെ? ഓക്കെ, ലിസൺ ഹിയർ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യണം? നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ആൻഡ് അവർ സെക്കൻഡ് പോയിന്റ് ഈസ് ഈറ്റ് ഫ്രൂട്ട്സ് ആഫ്റ്റർ വാഷിംഗ് ദം അല്ലേ? എന്താണ്? ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ആൻഡ് അവർ തേർഡ് പോയിന്റ് ഈസ് ഈറ്റ് യുവർ മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം അല്ലേ? എന്താണ്? ഭക്ഷണം എല്ലാ സമയത്തും ഒരു കൃത്യമായ ടൈമിൽ തന്നെ കഴിക്കണം. ദെൻ ടേക്ക് ഓൺലി ആസ് മച്ച് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ് ആസ് യു ക്യാൻ ഫിനിഷ്. നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്ന ഫുഡ് മാത്രമേ നമ്മൾ വിളമ്പാൻ വേണ്ടി പാടുള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നാണ് അർത്ഥം. ദെൻ ഡു നോട്ട് ഈറ്റ് ജങ്ക് ഫുഡ് ടു ഓഫൺ, ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ അസ്. എന്താണ്? ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കരുത്, അത് നമുക്ക് ഒട്ടും ഹെൽത്തി അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ദെൻ ഡ്രിങ്ക് ക്ലീൻ വാട്ടർ, ഫിൽട്ടർ ഇറ്റ് ബിഫോർ ഡ്രിങ്കിങ്. എന്ത് ചെയ്യുക? എപ്പോഴും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് നല്ല പ്യുവർ വാട്ടർ ആക്കിയിട്ട് മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. Then food is one of our basic needs. We must eat clean and fresh food. എന്താണ്? അപ്പുറം കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗുഡ് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് നല്ല പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. ഫുഡ് ഈസ് വൺ ഓഫ് അവർ ബേസിക് നീഡ് അല്ലെ? നമ്മുടെ ബേസിക് നീഡിൽ ഒന്നാണ് ഫുഡ് അല്ലെ? ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെയാണ് നമ്മുടെ ക്ലോത്ത് അല്ലെ? നമ്മുടെ ആഹാരം, പിന്നെ എന്താണ്? പാർപ്പിടം, വസ്ത്രം, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെ? അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ ഏതാണ്? ബേസിക് നീഡ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഷെൽട്ടർ വേണം അല്ലെ? ഷെൽട്ടർ എന്ന് വെച്ചാൽ എന്താണ്? താമസിക്കാൻ നമുക്കൊരു വീട് വേണം അല്ലെ? ദെൻ ക്ലോത്തും നമുക്ക് വേണം അല്ലെ? വസ്ത്രം വേണം. ദെൻ അതുപോലെ തന്നെയാണ് ഫുഡ് അല്ലെ? ഫുഡ് എന്താണ്? ഒരു ബേസിക് നീഡാണ് നമ്മുടെ. അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം അല്ലെ? അപ്പൊ എന്താണ്? ഫുഡ് ഈസ് വൺ ഓഫ് അവർ ബേസിക് നീഡ്സ് അല്ലെ? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഫുഡ്. വി മസ്റ്റ് ഈറ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ്. വി മസ്റ്റ് ഈറ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ് ഓൺലി. എന്ത് ചെയ്യാ? നല്ല ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ കഴിക്കുക. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് പഴകിയതൊന്നും കഴിക്കരുത്. ഓക്കെ, പഴകിയതും തണുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം അല്ലെ? വാഷ് വെജിറ്റബിൾസ് പ്രോപ്പർലി ബിഫോർ ഈറ്റിംഗ് ഓർ കുക്കിംഗ് ദം. എന്ത് ചെയ്യാ? വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെ? നമ്മൾ ഫ്രൂട്ട്സ് പറഞ്ഞ മാതിരി എന്ത് ചെയ്യാ? നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ നമ്മളത് കുക്ക് ചെയ്യാനോ കഴിക്കാനോ പാടുള്ളൂ അല്ലെ? വെജിറ്റബിൾസിലൊക്കെ എന്താണ്? ഒരുപാട് പോയിസൺ ഉണ്ടാവും അല്ലെ? ഒരുപാട് മരുന്നുകളൊക്കെ തളിച്ചിട്ടാണ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. വാഷ് ആൻഡ് വൈപ്പ് ദ യൂട്ടൻസിൽസ് പ്രോപ്പർലി. എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ പാത്രങ്ങൾ അല്ലെ? നമ്മള് കഴിക്കുന്ന പാത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെ? യൂട്ടൻസിൽസ് എന്താണ്? നമ്മുടെ പാത്രങ്ങൾ അല്ലെ? നമ്മള് നന്നായി വാഷ് ചെയ്തിട്ട് മാത്രമേ അതിൽ വിളമ്പി കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. സ്റ്റോർ ഫുഡ് ഇൻ ക്ലീൻ കണ്ടെയ്നേഴ്സ്. എന്ത് ചെയ്യുക? ഭക്ഷണം നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നർ, എന്താണ്? പാത്രങ്ങളിൽ മാത്രം അടച്ചു വെക്കുക അല്ലെ? നല്ല ക്ലീൻ ആയിട്ട് മാത്രം ഭക്ഷണങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ എവിടെയെങ്കിലും ഭക്ഷണം ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടെയ്നർ എന്തായിരിക്കണം? നല്ല ക്ലീൻ ആയിരിക്കണം. ദെൻ കീപ് ദ ഫുഡ് കവേർഡ് ടു കീപ് അവേ ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. എന്ത് ചെയ്യാം? കീപ് ദ ഫുഡ് കവേർഡ്. ഭക്ഷണം എപ്പോഴും എന്ത് ചെയ്യാം? അടച്ച് സൂക്ഷിക്കുക. കീപ് അവേ ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. എന്ത് ചെയ്യാം? ഈച്ചകളിൽ നിന്നും പൊടിയിൽ നിന്നും ഒക്കെ ഫുഡിനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അടച്ചു വെക്കണം അല്ലെ? തുറന്നു വെച്ചാൽ എന്താവും? ഫ്ലൈസ് ഒക്കെ വന്ന് അതിലിരിക്കും അല്ലെ? ഫ്ലൈസ് എന്താണ്? ഈച്ചകൾ അല്ലെ? ഈച്ചകളൊക്കെ വന്ന് ഫുഡിലിരിക്കും. അപ്പൊ പൊടിയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പൊടിയൊക്കെ പാറി ഫുഡിൽ വീഴും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം നന്നായിട്ട് കവർ ചെയ്ത് മാത്രം വെക്കണം എന്ന് പറയുന്നത്. തുറന്നു വെച്ച സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ വേണ്ടി പാടില്ല അല്ലെ? അപ്പൊ ഈ ഫ്ലൈസ് ഒക്കെ ഭക്ഷണത്തിൽ വന്നിരുന്നിട്ട് എന്താ ചെയ്യാ? നിങ്ങൾ ശ്രദ്ധിച്ചാല് കാണാൻ പറ്റും അല്ലെ? ഫ്ലൈസ് അതായത് ഈച്ചകൾ, അവര് എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ ഭക്ഷണം തുറന്നു വെച്ചാല് അവിടെ വന്നിരിക്കും അല്ലെ? നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കും. എന്നിട്ട് എന്താ ചെയ്യാ? സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത് അതിന്റെ മുമ്പിലത്തെ രണ്ട് കൈകള് ഇങ്ങനെ കൊടയാണ് ചെയ്യുക. ഭക്ഷണത്തിൽ വന്നിരുന്നിട്ട്
ഇങ്ങനെ രണ്ട് കൈകളും തമ്മിൽ ഇങ്ങനെ ഉരക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്താവും? അവരുടെ കയ്യിലുള്ള അഴുക്കും അല്ലെ ഫ്ലൈസ് ഒക്കെ ഇവിടെ ഒക്കെ പോയിരുന്നിട്ടാണ് വരിക അല്ലെ. ഭയങ്കര മോശമായ വൃത്തികേടായ സ്ഥലത്തൊക്കെയാണ് ഫ്ലൈസ് ഉണ്ടാവുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? അവരവിടെ പോയിരുന്നിട്ടാണ് നേരെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വന്നിരുന്നിട്ട് അവരുടെ ദേഹത്തുള്ള വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിൽ ഇടും. നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. വളരെ ചെറിയതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയതായിരിക്കും ഈച്ചകളുടെ ഒക്കെ ദേഹത്തുള്ള അഴുക്ക് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിൽ വീഴും തുറന്നു വെച്ച് കഴിയുമ്പോൾ. നമ്മളത് എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലോട്ട് പോകും അല്ലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? ഫുഡ് നന്നായിട്ട് കവർ ചെയ്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. കീപ് അവേ ഫ്രം ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. പൊടിയിൽ നിന്നും ഈച്ചകളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യണം? ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. കവർ ചെയ്ത് വെച്ചാൽ മാത്രമേ അത് പറ്റൂ. Then keep the leftover food in the refrigerator so that the food stays fresh. Do not keep it for long അല്ലെ. Keep the leftover food in the refrigerator. ബാക്കി വരുന്ന ഭക്ഷണം എന്ത് ചെയ്യാം? റെഫ്രിജറേറ്ററിൽ നമ്മൾ സൂക്ഷിക്കണം. എന്നാൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കുറെ നാളുകൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ വേണ്ടി പാടില്ല അല്ലെ. ബാക്കി വരുന്ന ഭക്ഷണം ഒരു ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രഷ് ആയി വെച്ച് കഴിക്കാറുണ്ട്. പക്ഷെ കുറെ നാളുകൾ അത് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ഗുഡ് ഫുഡ് ഹാബിറ്റ് അല്ലെ. നല്ല ഭക്ഷണശീലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കത് ഒന്നുകൂടെ നോക്കാം. ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ലീഡ് എ ഹെൽത്തി ലൈഫ് അല്ലെ. ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണശീലം അതുപോലെ ആരോഗ്യശീലവും ഉണ്ടാകണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ദെൻ ഈറ്റ് ഫ്രൂട്ട്സ് ആഫ്റ്റർ വാഷിംഗ് ദം. ഫ്രൂട്ട്സ് എന്ത് ചെയ്യണം? നന്നായി കഴുകിയിട്ട് മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ദെൻ ഈറ്റ് യുവർ മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം. നമ്മുടെ ഭക്ഷണം എന്ത് ചെയ്യാം? ആൻസൺ എന്താ ചെയ്യുന്ന മോനെ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ലിസൺ ഹിയർ. ഓക്കെ, ഈറ്റ് യുവർ മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം. ഒരു ഫിക്സ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ടൈമിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെ. തോന്നുമ്പോഴെല്ലാം കഴിക്കാൻ വേണ്ടി പാടില്ല. കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കണം. Then take only as much food on your plate as you can finish. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതായത് ഫുഡ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. Then do not eat junk food too often. It's not good for us. ഒരുപാട് എന്ത് ചെയ്യാം? ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കാൻ വേണ്ടി പാടില്ല. അത് നമുക്ക് എന്താണ്? ഒട്ടും ഹെൽത്തി അല്ല. Then drink clean water. Filter it before drinking. എന്ത് ചെയ്യുക? എപ്പോഴും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. കുടിക്കുന്നതിന് മുമ്പ് അത് നന്നായി ഫിൽട്ടർ ചെയ്ത് പ്യുവർ വാട്ടർ ആയാൽ മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ദെൻ ഫുഡ് ഈസ് വൺ ഓഫ് അവർ ബേസിക് നീഡ് അല്ലെ. ഫുഡ് എന്താണ്? വൺ ഓഫ് അവർ ബേസിക് നീഡ് ആണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് ഫുഡ് അല്ലെ. നമ്മുടെ ഷെൽട്ടറും ക്ലോത്തും ഒക്കെ പോലെ എന്താണ്? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് ഫുഡ് അല്ലെ. ദെൻ വി മസ്റ്റ് ഈറ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ്. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. വാഷ് വെജിറ്റബിൾസ് പ്രോപ്പർലി ബിഫോർ ഈറ്റിംഗ് ഓർ കുക്കിംഗ് ദം. എന്ത് ചെയ്യുക? വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ കുക്ക് ചെയ്യാനോ കഴിക്കാനോ പാടുള്ളൂ. ഓക്കെ, ദെൻ വാഷ് ആൻഡ് വൈപ്പ് ദ യുട്ടൻസിൽസ് പ്രോപ്പർലി. എന്ത് ചെയ്യുക? നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കണം. Then store food in clean containers. നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രങ്ങളിൽ കണ്ടെയ്നേഴ്സിൽ മാത്രമേ ഫുഡ് നമ്മൾ വെക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. Then keep the food covered to keep away flies and dust. പൊടിയിൽ നിന്നും ഫ്ലൈസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യണം? ഭക്ഷണത്തിന് നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും കവർ ചെയ്തിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെ. അടച്ചു വെക്കണം. തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ വേണ്ടി പാടില്ല. Then keep the leftover food in the refrigerator so that the food stays fresh. Do not keep it for long. എന്ത് ചെയ്യാൻ? നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യാ? ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. പക്ഷെ അപ്പൊ അത് ഫ്രഷ് ആയിട്ടുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കുറെ നാളുകൾ അത് തന്നെ കഴിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ക്ലിയർ?
നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ആണ് അല്ലെ? പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ട് അല്ലെ? പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ട്. അപ്പൊ എന്താണ്? ഡിഫറെന്റ് ഫുഡ് ഹെൽപ്പ് us ടു ഡിഫറെന്റ് വേസ് അല്ലെ? പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ബോഡി ബിൽഡിംഗ് ഫുഡ് അല്ലെ? ലൈക്ക് എഗ്, പൾസസ് ആൻഡ് മിൽക്ക് അല്ലെ? പാലും മുട്ടയും ഒക്കെ പോലെ എന്താണ്? അങ്ങനത്തെ ഫുഡിനാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയാം. നമ്മുടെ ബോഡീനെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ? ഇറ്റ് ഹെൽപ്പ് അവർ ബോഡി ടു ഗ്രോ അല്ലെ? വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദേ മേക്ക് അവർ ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രോങ് അല്ലെ? നമ്മുടെ എന്താണ്? പേശികളും എല്ലുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സ്ട്രോങ് ആക്കി വെക്കും ബോഡി ബിൽഡിംഗ് ഫുഡ് അല്ലെ? ബോഡി ബിൽഡിംഗ് ഫുഡിന്റെ എഗ്ഗും മിൽക്കും ഒക്കെ എന്താണ്? നമ്മുടെ ബോഡീനെ നല്ല ഹെൽത്തി ആയി സ്ട്രോങ് ആയിട്ട് വെക്കുന്ന ഫുഡുകളാണ്. അങ്ങനെയുള്ള ഫുഡുകളെയാണ് നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എനർജി ഗിവിംഗ് ഫുഡ് ലൈക്ക് sugar, potato, rice are the energy giving food അല്ലെ? Give us energy to work, play and എന്താണ്? കളിക്കാനും ജോലി ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി തരുന്ന ഫുഡിനെയാണ് എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയാം. ഇൻ സിമ്പിൾ എന്താണ്? നമ്മളെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ? അവർ ബോഡി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ബോഡി ബിൽഡിംഗ് ഫുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എനർജി ഗിവിംഗ് ഫുഡ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? എനർജി ഗിവിംഗ് ഫുഡ്. നമുക്ക് എനർജി തരുന്ന ഭക്ഷണങ്ങൾ അല്ലെ? പൊട്ടറ്റോ, റൈസ് പോലുള്ള നമുക്ക് എനർജി തരുന്ന ഭക്ഷണങ്ങളുണ്ട്, എനർജി ഗിവിംഗ് ഫുഡ്. ആൻഡ് തേർഡ് വൺ എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലെ? പ്രൊട്ടക്റ്റീവ് ഫുഡ് ആർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണ് അല്ലെ? ദേ ഹെൽപ്പ് us ടു ഫൈറ്റ് ഡിസീസസ്. രോഗങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് we need to eat some of this food every day. This will keep fit and healthy അല്ലെ? എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ കുറച്ച്